വെൽക്കം ടു ലേണിനോ ലേണിംഗ് മാറ്റേഴ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാ ബിടെക് സ്റ്റുഡൻസിനും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മെക്കാനിക്സ്, അതുപോലെ തന്നെ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. പക്ഷേ മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിൽ പഠിച്ച് കാണും. പുതിയതായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് എന്ന് പറയുന്നത്. മുമ്പത്തെ ഇയറെല്ലാം അത് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് മാത്രമായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ പേര് മാറ്റി എൻജിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് CAD കൂടി ഉൾപ്പെടുത്തിയിട്ട് സിലബസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കോമൺ ആയിട്ട് എല്ലാ ബ്രാഞ്ചിനും ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഫിസിക്സിൽ പഠിച്ചതിൻ്റെ ചെറിയൊരു കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും ബിടെക്കിൽ ഉണ്ടാവുന്നത്. പക്ഷേ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് പുതിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റിനെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ടഫാണോ ഈസി ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. പൊതുവേ നിങ്ങൾക്ക് പറയാറുള്ളത് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്കാണ്. ഓക്കെ, അപ്പോൾ എൻജിനീയറിംഗ് ഗ്രാഫിക്സിന് മുമ്പ് എൻജിനീയറിംഗ് എന്താണ് നമുക്കറിയണം. എൻജിനീയറിംഗിൻ്റെ ഡെഫിനേഷനായിട്ട് പറഞ്ഞാൽ എൻജിനീയറിംഗ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ആൻഡ് മാത്സ് ടു സോൾവ് പ്രോബ്ലം എന്ന് പറയാം. ഓക്കെ, അതായത് നമുക്കൊരു പ്രോബ്ലത്തിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്താം സയൻസിൻ്റെയും മാത്സിൻ്റെയും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അതിൽ പെടും. മാത്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ചില മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് മാത്സിൻ്റെയും സയൻസിൻ്റെയും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്ത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് എൻജിനീയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ബ്രാഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ടാകും. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബ്രാഞ്ചിനനുസരിച്ചിട്ടുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സ്, ടെക്നോളജി ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അത് പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കാണുന്ന പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് ആക്ച്വലി എൻജിനീയറിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻജിനീയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രാഞ്ച് എടുത്തതനുസരിച്ചിട്ട് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് നമ്മൾ പഠിക്കും. ഇപ്പോൾ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സിവിലാണെങ്കിൽ സിവിൽ എൻജിനീയറിംഗ് എന്നിങ്ങനെ വരുന്ന സബ്ജക്റ്റുകളായിരിക്കും. ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഈ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻജിനീയറിംഗ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഒറിജിൻ എവിടെയാണ്? ശരിക്കും ഒരു ലാറ്റിൻ വേർഡ് എന്നാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇൻജീനിയം എന്ന് പറഞ്ഞാൽ ക്ലവർനെസ് എന്നാണ്. അതുപോലെ നിയർ, അതിൻ്റെ മീനിങ് എന്ന് പറയുന്ന കോൺട്രൈവ് അല്ലെങ്കിൽ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാറ്റിൻ വേർഡിനെ കമ്പൈൻ ചെയ്തിട്ടാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ടേം നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻജിനീയേഴ്സിന് വേണ്ട ഒരു ക്വാളിറ്റി കൂടിയാണ് ഈ ക്ലവർനെസ്സും ഡിവൈസും. അതിനനുസരിച്ചിട്ടാണ് ആ ഒരു വേർഡ് ടേം എൻജിനീയറിംഗ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഗുഡ് എൻജിനീയർ എന്ന് പറയുന്നത് ആരാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ എൻജിനീയറിംഗ് പറഞ്ഞു, എൻജിനീയറിംഗിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ ഈ നമ്മൾ പഠിച്ച ടെക്നോളജി അപ്ലൈ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക കൂടി വേണം. ഓക്കെ, ആ അപ്ലൈ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ആക്ച്വലി എൻജിനീയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എൻജിനീയറിംഗ് ടെക്നോളജീനെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ആളെയാണ് നമ്മൾ എൻജിനീയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ആ എൻജിനീയർ എന്ന് പറയുന്നത് പഠിച്ച ടെക്നോളജി അപ്ലൈ ചെയ്യുക മാത്രമല്ല, ഒരു ഗുഡ് എൻജിനീയറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ഗുഡ് എൻജിനീയർ ആരാണ്, അല്ലെങ്കിൽ ഏത് എൻജിനീയറാണ് ഗുഡ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിനൊരു നമ്മളൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എ എന്ന് പറയുന്നൊരു
പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് 2 പ്ലേസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 2 പ്ലേസിനെ കണക്ട് ചെയ്ത് ഒരു റോഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. ആ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 എഞ്ചിനീയേഴ്സിനെ ഏൽപ്പിച്ചു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, 2 എഞ്ചിനീയറും അവരുടെ ടെക്നോളജി അപ്ലൈ ചെയ്തിട്ട് 2 റോഡ് നിർമ്മിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പ്ലേസ് നിന്ന് ബി എന്ന് പറയുന്ന പ്ലേസിലേക്ക് ഒരു സ്ട്രെയിറ്റ് റോഡ് കൺസ്ട്രക്ട് ചെയ്തു. രണ്ടാമത്തെ ആള് അപ്പോൾ അതിൽ ചില ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊന്നും ഒഴിവാക്കാണ്ട് എന്ന് ബിയിലേക്ക് ഒരു ഇതുപോലെ തന്നെ വളഞ്ഞു പോകുന്ന രീതിയിൽ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതായിരിക്കും ഗുഡ് എഞ്ചിനീയർ, അല്ലെങ്കിൽ ഏത് റോഡ് കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ ആയിരിക്കും ഗുഡ് എന്ന് പറയുന്നത്? ഫസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇപ്പം ഈ 2 എഞ്ചിനീയേഴ്സും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അപ്ലൈ ചെയ്ത ടെക്നോളജി, ഈ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസ് ആയാലും എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് വണ്ണാണ് അല്ലെങ്കിൽ ഫസ്റ്റ് റോഡ് കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ ആണ് ഗുഡ് എന്ന് പറഞ്ഞു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ പ്ലേസ് എ നിന്ന് പ്ലേസ് ബിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാം അല്ലേ. എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു വണ്ടി പോകുമ്പോൾ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് റോഡ് ആകുമ്പോഴാണ്. വളഞ്ഞ് എറിഞ്ഞ റോഡ് ആകുമ്പോൾ എന്താണ്, നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടി വരും, ആക്സിഡൻസ് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഈ 2 എഞ്ചിനീയേഴ്സും അപ്ലൈ ചെയ്ത ടെക്നോളജി സെയിം ആണ്, പക്ഷെ അത് കുറച്ചുകൂടി എന്താ പറയുക യൂസ്ഫുൾ ആയിട്ട്, ജനങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് രീതിയിൽ അവതരിപ്പിച്ചത് എഞ്ചിനീയർ 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ടെക്നോളജി അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് എങ്ങനെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും കാര്യമാണ്. ഇപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു എഞ്ചിനീയറിൻ്റെ ക്വാളിറ്റി കൂടി, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എഞ്ചിനീയേഴ്സ് എന്നുകൂടി തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐഡിയ ഉണ്ടാവണം, അത് പ്രോപ്പറായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം. നമ്മൾ സബ്ജക്റ്റ് നോളേജ് ഉണ്ടാവാം, പക്ഷെ അത് പ്രോപ്പറായിട്ട് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് പോകുമ്പോൾ അപ്ലൈ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടും നമ്മുടെ എഞ്ചിനീയേഴ്സിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ടെക്നോളജി പഠിച്ചിരിക്കുക മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാനും കൂടി അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി എഞ്ചിനീയേഴ്സിന് വേണ്ട, ഇപ്പം ഇതൊരു ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു, പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലാതെ എഞ്ചിനീയേഴ്സിന് വേണ്ട ചില ക്വാളിറ്റീസ് കൂടി ഉണ്ട്. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഡെഫിനീഷനായിട്ട് ഒരു ഗുഡ് എഞ്ചിനീയർ ആരാണെന്ന് പറയുകയാണെങ്കിൽ ഈ രീതി പറയാം. എ ഗുഡ് എഞ്ചിനീയർ ഈസ് എ പേഴ്സൺ who makes a design that works with as few original idea as possible. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയി മാറരുത്, വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മളതിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് പാടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോസ്റ്റും കൂടും, ഈ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടില്ല നമുക്ക്. അപ്പോൾ എപ്പോഴും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിൽ വേണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിക്കാൻ. ഇത് നമ്മൾ പറഞ്ഞ ക്വാളിറ്റി, ഒരു എഞ്ചിനീയർ വേണ്ട ക്വാളിറ്റിയാണ് ഇൻ്റലിജൻറ്റ്. ക്വാളിറ്റി നമ്പർ 1 ആണ് ഇൻ്റലിജൻറ്റ്. സെക്കൻഡ് ക്വാളിറ്റിയാണ് ഇമാജിനേറ്റീവ്. തേർഡ് ക്വാളിറ്റിയാണ് ഇന്നോവേറ്റീവ്. ഫോർത്ത് ക്വാളിറ്റിയാണ് ക്രിയേറ്റീവ്. ഓക്കെ, അപ്പോൾ ഒരു എഞ്ചിനീയേഴ്സ് ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മൾക്ക് ഓരോ ബ്രാഞ്ചിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത ബ്രാഞ്ചിലുള്ള സബ്ജക്റ്റിൻ്റെ നോളേജ് ഉണ്ടാവാം, അതാണ് ഇൻ്റലിജൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ എടുത്തൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ ഒരു നോളേജ് വേണം. സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലുള്ളൊരു നോളേജ് വേണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ ഒരു നോളേജ് ഉണ്ടാവണം. ഇലക്ട്രോണിക്സ് എടുത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലും സബ്ജക്റ്റ് നോളേജ് വേണം. സിമിലർലി കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ. അപ്പോൾ ഏത് ബ്രാഞ്ചാണോ നമ്മൾ എടുത്തിരിക്കുന്നത് ആ ബ്രാഞ്ചിലുള്ള സബ്ജക്റ്റിൻ്റെ നോളേജ് വേണം, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ ഇൻ്റലിജൻ്റ് ആവണം. അതാണ് ഫസ്റ്റ് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. സബ്ജക്റ്റ് നോളേജ് ഇല്ലാതെ നമുക്കൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത്
സബ്ജക്റ്റ് നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർക്കുക ഇൻ്റലിജൻ്റ് ആവണം, എന്നാൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ എടുത്ത സബ്ജക്റ്റിനുള്ള നോളജ് ഉണ്ടാവണം. ഓക്കെ, സെക്കൻഡ് ക്വാളിറ്റിയാണ് ഇമാജിനേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയേഴ്സിൻ്റെ മൈൻഡിൽ അത് ഒരു ഇമാജിനേഷനിൽ വരണം. ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സിവിൽ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ആ പ്ലേസിൽ ആ ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് സൈസ് എങ്ങനെയാണെന്ന് ആദ്യം ഇമാജിൻ ചെയ്താൽ മാത്രമേ അത് ഒരു പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഒരു കാറ് ഡിസൈൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ സൈസും കംഫർട്ടബിളും എത്ര പേരിരിക്കണം, പാസഞ്ചറിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, ഇതെല്ലാം ഇമാജിനേഷനിൽ വന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രിഡ്ജ് എങ്ങനെ വേണം, നമ്മൾ ആ എടുക്കുന്ന പ്ലേസിനനുസരിച്ചിട്ട് അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, ഇതെല്ലാം ആദ്യം ഇമാജിനേഷനിലേക്ക് വന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എഞ്ചിനീയേഴ്സ് എല്ലാം ഇൻ്റലിജൻ്റ് ഒപ്പം തന്നെ എന്ത് വേണം, ഇമാജിനേറ്റീവ് കൂടി ആവണം. ഓക്കെ, അപ്പോൾ ആ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള ആദ്യം നമ്മുടെ ഇമാജിനേഷനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത് നമ്മൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇമാജിനേറ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നൊരു ക്വാളിറ്റി ആണ് ഇന്നോവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമാജിനേഷൻ വേണം, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഇമാജിനേഷൻ വരണം, എന്നാലേ അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഇന്നോവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്കെ, ഓൾറെഡി നമുക്ക് ഉള്ളൊരു കാര്യം പുതിയ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് കൂടി നമുക്ക് വേണം. ഓക്കെ, ഓൾറെഡി ആ പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ആയാലും ശരി, ഇതെല്ലാം പർപ്പസ് സെയിം ആയിരുന്നു, പക്ഷേ ഓരോ ഇയർ കൂടുന്തോറും ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് അത് പുതിയ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ എന്ന് പറയുന്നത്, ടെലിവിഷൻ്റെ പർപ്പസ് എന്താണ്, വീഡിയോ കാണുക, എന്താ പറയുക, ഫിലിം കാണുക, പിക്ചേഴ്സ് കാണുക, ഇതൊക്കെയായിരുന്നു ടെലിവിഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. പക്ഷെ ആ ടെലിവിഷൻ പണ്ടത്തെ ടെലിവിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, പണ്ട് ബൾക്കി ആയിരുന്നു, അതുപോലെ തന്നെ സൈസ് വളരെ കൂടുതലായിരുന്നു, ടേബിളിലേക്കൊക്കെ വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം അതെന്താ മാറി 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 അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് വളരെ തിൻ ഷീറ്റാക്കി മാറ്റുന്ന രീതിയിലായി മാറി. LED LCD പോയിട്ട് ഇനി വരും ഫ്യൂച്ചറിലുള്ള ടെലിവിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് മടക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും ടെലിവിഷൻ മാറിപ്പോവുക. അതിൻ്റെ ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, പക്ഷേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അത് അവതരിപ്പിക്കുന്നു. നമ്മൾ മൊബൈലിൻ്റെ കാര്യം പറയുന്ന പോലെ പണ്ട് ഡയൽ പാഡുള്ള മൊബൈലായിരുന്നു, ഇപ്പം നമ്മൾ ടച്ച് സ്ക്രീനായി മാറി. ഇനി അത് കാലം കഴിയും തോറും അതിൻ്റെ ഇന്നോവേഷനിൽ മാറ്റം വന്നു, ഡിസൈനിലേക്ക് മാറ്റം വരും. പക്ഷേ ഇതിൻ്റെ എല്ലാം ത്രൂ ഔട്ട് പർപ്പസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ TV മാറിയിട്ട് അത് നേരെ മൊബൈലിലേക്ക് വന്നു. ഇതുപോലെ തന്നെ ഏത് പ്രൊഡക്റ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ പർപ്പസ് സെയിം ആയിരിക്കും, പക്ഷേ അത് പുതിയ രീതിയിൽ അവതരിപ്പിച്ചിട്ടായിരിക്കും വരാം. ഓക്കെ, ഇനി ക്രിയേറ്റീവ് എന്ന് പറയുന്നത്, ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ വേണം എഞ്ചിനീയേഴ്സിൽ, നിലവിലുള്ള പ്രൊഡക്റ്റ് അല്ലാതെ. അപ്പോൾ ഓരോ കാലം കഴിയുന്നതോളം എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ കൂടും അല്ലേ, അവരുടെ പർപ്പസ് വേറെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ വേണം. ഓക്കെ, ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളിപ്പോൾ എന്താണ് വീടെല്ലാം ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ റോബോട്ടുകൾ വന്നു അല്ലേ. അപ്പോൾ റോബോട്ട് എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതാണ് നമ്മൾ ക്രിയേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു എഞ്ചിനീയേഴ്സിൻ്റെ കേസ് എടുത്താലും ഇൻ്റലിജൻ്റ് ആവണം, അവരെടുത്ത സബ്ജക്റ്റിൽ ഇൻ്റലിജൻ്റ് ആവണം, ഇമാജിനേറ്റീവ് ആവണം, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഇമാജിൻ ചെയ്ത് വെക്കണം. പിന്നെ ഇന്നോവേറ്റീവ് ആവണം, ഓൾറെഡി ഉള്ള കാര്യം തന്നെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം. പിന്നെ പുതിയതെന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവും വേണം. അപ്പോൾ ഒരു 4 വർഷത്തെ BTech കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ 4 ക്വാളിറ്റീസും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു എഞ്ചിനീയറിങ് സബ്ജക്റ്റുകൾ, വേറെ ഏത് സബ്ജക്റ്റുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് അതിൽ ഇൻ്റലിജൻ്റ് ആവാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എടുത്ത ബ്രാഞ്ചിന് എന്ന സബ്ജക്റ്റുകളുടെ നോളജ് ഉണ്ടാവാം, പക്ഷേ ഇമാജിനേറ്റീവ്, ക്രിയേറ്റീവ്, ഇന്നോവേറ്റീവ് എന്ന് പറയുന്ന ക്വാളിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനാണ് ഈ എഞ്ചിനീയറിങ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന
സബ്ജക്റ്റിൻ്റെ റെലവൻസ് അവിടെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയുള്ളത്. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് എല്ലാ ബ്രാഞ്ചിനും ഫസ്റ്റ് ഇയർ തന്നെ ഇങ്ങനൊരു സബ്ജക്റ്റ് കൊടുക്കാൻ കാരണം ഇതിൻ്റെ ഒരു ബേസ്മെന്റ് ഇല്ലെങ്കിൽ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബേസ്മെന്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ആ ബേസ്മെന്റിന്റെ ബലത്തിലാണ് കംപ്ലീറ്റും ആ സ്ട്രക്ചർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്വാളിറ്റീസ്, എഞ്ചിനീയേഴ്സിന് വേണ്ട ഈ ക്വാളിറ്റീസ് എല്ലാം ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബേസ് നോളേജ് വേണം. ആ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാനാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സബ്ജക്റ്റിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര നിങ്ങൾ ഇമാജിനേറ്റീവ് ആവണം, ക്രിയേറ്റീവ് ആവണം, ഇന്നോവേറ്റീവ് ആവണം എന്നുള്ളത്. ഇതിൽ നമ്മളൊരു തിയറമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസോ ഫോർമുലാസോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് കോമൺ സെൻസ് ആണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ സബ്ജക്റ്റുകളാണ് നമ്മൾ ഇതാവുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ആവശ്യം വരുന്ന ഇവിടെയാണ്. ഇമാജിനേറ്റീവ്, ക്രിയേറ്റീവ്, ഇന്നേറ്റീവ് എന്ന് പറയുന്ന ക്വാളിറ്റീസ് എല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പലപ്പോഴും നിങ്ങൾ കേട്ട് കാണാം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയും ഉപയോഗിക്കുന്നില്ല എന്ന്. കൂടുതലും സിവിൽ എഞ്ചിനീയേഴ്സും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സാണ് പിന്നെ ഡ്രോയിങ്ങിലേക്ക് കിടക്കുന്നത്. ബാക്കിയുള്ള ബ്രാഞ്ചുകളിലും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഉൾപ്പെടുത്താനുള്ള കാരണം നമുക്ക് എഞ്ചിനീയേഴ്സിന് വേണ്ട ഈ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നമ്മളൊരു പസിലൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഗ്രാഫിക്സിലെ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ലേണിനോ ആപ്പിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നോട്ട്സും ലെക്ചേഴ്സും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനും മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന മൊബൈലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ KTUവിൻ്റെ BTech 2024 എല്ലാ കോഴ്സസിൻ്റെയും ലെക്ചേഴ്സ്, നോട്ടുകളും പ്രാക്ടിക്കൽ സെക്ഷൻസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. താങ്ക് യു.